ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഓൾ പർപ്പസ് കറി പൗഡറുമായിട്ടാണ് കേട്ടോ. ഓൾ പർപ്പസ് കറി പൗഡർ എല്ലാ കറിക്കും ഉപയോഗിക്കാം. വെജിറ്റബിൾ കറി വയ്ക്കുക, തീയലിന് ഉപയോഗിക്കാം, ഇറച്ചിക്കറിക്ക് ഉപയോഗിക്കാം, മീൻ കറിക്ക് ഉപയോഗിക്കാം. അങ്ങനെ എല്ലാ കറിക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറി പൗഡറാണ്. ഇത് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ഒരു 5-6 മാസം ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. അതിപ്പോൾ ഒരു 4-5 തേങ്ങയുടെ കറി പൗഡറാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഏത് കറിക്കും എടുക്കാൻ പറ്റുന്ന ഒരരപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇറച്ചിക്കറിക്കായാലും വെജിറ്റബിൾസിനായാലും മീനായാലും ഏതിനു വേണമെങ്കിലും നമുക്ക് ഈ അരപ്പ് ഉപയോഗിക്കാം കേട്ടോ. അതിങ്ങനെ ചെയ്ത് വെച്ചാൽ കുറേ നാളിരിക്കുകയും ചെയ്യും, നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയാണ്, 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളകാണ് ഒരു 30 മുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാ മുളക്, എരിവുള്ള മുളകാണ് കേട്ടോ. 5 തേങ്ങയ്ക്കാണ് 30 മുളക് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 കപ്പ് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി ഉണക്കിയതാണ് കേട്ടോ ഈ മുളകും മല്ലിയല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു വലിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം, ചെറിയ ജീരകം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിത് തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് മുത്തിട്ടുണ്ട്. നമ്മളിത് മീൻകറിക്ക് എടുക്കാം. മീൻകറിക്ക് എടുക്കുമ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്താൽ മതിയല്ലോ. ബാക്കിയെല്ലാം ഇതിൽ ഉണ്ട്. ഉലുവാപ്പൊടിയും ചേർത്താൽ മതി. പിന്നെ തീയലിനാണെങ്കിൽ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി, ബാക്കിയെല്ലാം അതിനകത്ത് ഉണ്ട്. ഇറച്ചിക്കറിക്കാണെങ്കിൽ നമ്മൾ പെരിഞ്ചീരകവും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്താം. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി അന്നേരം ഉപയോഗിക്കേണ്ടി വരത്തില്ല. അങ്ങനെ എന്തിൻ്റെ കൂടെ വേണം, ഏത് കറിക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങയൊക്കെ, ഉണങ്ങിയ തേങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചിരകിയെടുത്തിട്ട്, ഞാനിപ്പോൾ ഇത് ചിരകിയതൊന്നുമല്ല കേട്ടോ, ഞാൻ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്ന തേങ്ങ. ചിരവയൊക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി. ഇതാണ് എൻ്റെ പരിപാടി. മിക്സിയിൽ പൂളിയിട്ടിട്ട് അതിങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. നല്ല ചെറിയ ചെറിയ തരികളായിട്ട് നമുക്ക് ഇങ്ങനെ വറുക്കാനൊക്കെ അത് എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല തീയിലിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കും. അപ്പോൾ ഇത് മൂത്ത് വരട്ടെ. നമ്മൾ ഒരു ദിവസം ഇച്ചിരി മെനക്കെട്ട് കഴിഞ്ഞാൽ കുറേ ഒരു 6 മാസമൊക്കെ എടുക്കുക. എനിക്കിപ്പോൾ ഇത് ഒരുപാട് നാളത്തേക്കുണ്ട് കേട്ടോ. ഞാൻ അന്ന് ഉണ്ടാക്കിയ രസം പൗഡർ, അതുപോലെ തന്നെ രണ്ടോ രസം പൗഡർ ഇരിപ്പുണ്ട്, സാമ്പാർ പൗഡർ ഇരിപ്പുണ്ട്, സാമ്പാർ പൗഡർ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ജോലി ഒരു 50% കുറഞ്ഞു കിട്ടും ഇത് ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. മുളകും മല്ലിയൊക്കെ നമുക്ക് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വറുത്ത് ഇങ്ങനെയുള്ള പൗഡറുകളൊക്കെ, സാമ്പാർ പൗഡറും രസം പൗഡറും ഇങ്ങനെ കറിക്കുള്ളൊരു പൗഡർ, ഈ പൗഡറാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. ഡെയിലി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സാമ്പാർ പൗഡറിൻ്റെ രസം പൗഡറിനൊക്കെ നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയതാണ് കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഐറ്റംസാണ്. അത് വെച്ച് സാമ്പാർ ഉണ്ടാക്കിയാലും രസം ഉണ്ടാക്കിയാലും ഒക്കെ എന്ത് നല്ല മണമാണെന്നറിയാം. അപ്പം അത് കൂട്ടിയിട്ട് അഭിപ്രായം പറഞ്ഞവരുണ്ട് കേട്ടോ. നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൗഡറും രസം പൗഡറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി കാണും. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് ഒരു പകുതി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ മൂക്കാണ്ട്, പകുതിയിൽ കൂടുതലായിട്ടുണ്ട്, കുറച്ചും കൂടെ മൂക്കാണ്ട് കൂടെ മൂത്ത് വരട്ടെ. ചൂട് കട്ടിയുള്ള പാത്രമായതുകൊണ്ടേ അടിക്ക് പിടിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ വെറുതെ ആയിട്ട് പറഞ്ഞു. നമ്മുടെ അരപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇതിൽ തന്നെ ഇരിക്കുമ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ മാറി വരും. അപ്പോൾ തണുത്തിട്ട് നമുക്ക്
മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് തണുക്കട്ടെ ഇതിലിരുന്ന്. അരപ്പൊക്കെ തണുത്ത് ഞാൻ മിക്സിയിൽ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമനുസരിച്ച് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞതനുസരിച്ച് എല്ലാ കറിക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഇതിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. കുറേ നാളത്തേക്ക് നമുക്കിത് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കറിക്ക് എടുക്കുമ്പം ഇതിൽ എത്ര സ്പൂൺ വേണോ അത്രയും സ്പൂൺ നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം, ഇതിപ്പോൾ വെള്ളം തൊട്ടിട്ടേ ഇല്ല കേട്ടോ, വെള്ളം തൊടാതെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, പിന്നെ വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ ഗരം മസാല ചേർക്കണം, പെരുംജീരകം ചേർക്കണം. അതുപോലെ ഓരോ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടെ ചേർത്ത് ഒന്നും കൂടെ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാ കറിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രസത്തിന് പറ്റത്തില്ല, നമുക്കറിയാലോ രസം നമ്മൾ വറുത്തരച്ചൊന്നും അല്ലല്ലോ വയ്ക്കുന്നത്, തേങ്ങ അരച്ചല്ലല്ലോ രസം വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കറിക്കൊന്നും പറ്റത്തില്ല. മീൻകറി, തീയൽ, ഇറച്ചിക്കറി, ഇതിനെല്ലാം ഇത് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.